ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. അടുത്ത 10 വർഷത്തിനുള്ളിൽ ഇന്ത്യയിൽ ജപ്പാൻ 10 ട്രില്യൺ യെൻ നിക്ഷേപം നടത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ടോക്കിയോയിൽ നടന്ന 15ാമത് ഇന്ത്യ ജപ്പാൻ വാർഷിക ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി ഷിഗെരു ഇഷിബയോടൊപ്പം ശ്രീ മോദി പങ്കെടുത്തു. സ്വതന്ത്രവും സമാധാനപരവും സമൃദ്ധവും ഭരണാധിഷ്ഠിതവുമായ ഇൻഡോ പസഫിക് മേഖലയ്ക്കായി ഇന്ത്യയും ജപ്പാനും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ചന്ദ്രയാൻ 5 ദൌത്യത്തിലെ സഹകരണത്തിന് ISROയും ജപ്പാന്റെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ ജാക്സയും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടതായും പ്രധാനമന്ത്രി അറിയിച്ചു. ഇന്ത്യയും ജപ്പാനും തമ്മിൽ വിവിധ മേഖലകളിലെ ധാരണാപത്രങ്ങൾ കൈമാറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 മണിക്ക്. മൻ കി ബാത്തിന്റെ 125ാം പതിപ്പാണിത്. ഇൻ ബിൽഡിംഗ് നെറ്റ്വർക്ക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ 8 ഡിജിറ്റൽ കണക്ടിവിറ്റി റേറ്റിംഗ് ഏജൻസികൾക്ക് അംഗീകാരം നൽകി. കെട്ടിടങ്ങൾക്കുള്ളിലെ ഡിജിറ്റൽ കണക്ടിവിറ്റി വിലയിരുത്താനും റേറ്റിംഗ് നൽകാനും ഇനി ഈ ഏജൻസികൾക്ക് അധികാരമുണ്ടായിരിക്കും. അംഗീകാരത്തിന് 5 വർഷത്തെ സാധുതയുണ്ടായിരിക്കുമെന്നും ട്രായ് അറിയിച്ചു. ലോകത്തെ നയിക്കാനുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് നേതൃത്വം നൽകാൻ യുവാക്കളോട് ആഹ്വാനം ചെയ്ത് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡൽഹി IITയിൽ നടന്ന ടെക് ഫെസ്റ്റിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. 6G രംഗത്ത് ഇന്ത്യ ആഗോള ശക്തിയായി ഉയർന്നു വരികയാണെന്നും 2030ഓടെ ആഗോള പേറ്റന്റുകളുടെ 10% സംഭാവന ചെയ്യുകയാണ് ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരം പ്രതിരോധിക്കുന്നതിന്റെ ഭാഗമായി ജലസ്രോതസ്സുകൾ വൃത്തിയാക്കാൻ ആരോഗ്യവകുപ്പ് ജനകീയ ക്യാമ്പയിൻ ആരംഭിക്കുന്നു. ഇതിന്റെ ഭാഗമായി നാളെയും മറ്റന്നാളും വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യാനും ജലസംഭരണ ടാങ്കുകൾ വൃത്തിയാക്കുകയും ചെയ്യണം. പ്രാദേശിക തലത്തിൽ വികസന ആശയങ്ങൾ അവതരിപ്പിക്കുന്നതിനും പൊതുജനാഭിപ്രായം തേടുന്നതിനുമായി സംഘടിപ്പിക്കുന്ന വികസന സദസ് സെപ്റ്റംബർ 20 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. സെപ്റ്റംബർ 20 മുതൽ ഒക്ടോബർ 20 വരെയാണ് ഗ്രാമപഞ്ചായത്ത്, നഗരസഭ, കോർപ്പറേഷൻ തലങ്ങളിൽ വികസന സദസ്സുകൾ നടക്കുക. ഗ്രാമപഞ്ചായത്തുകളിൽ 250 മുതൽ 350 പേർ വരെയും നഗരസഭ, കോർപ്പറേഷനുകളിൽ 750 മുതൽ 1000 പേർ വരെയും പങ്കെടുക്കും. 71ാമത് നെഹ്റു ട്രോഫി ജലോത്സവം നാളെ ആലപ്പുഴ പുന്നമട കായലിൽ. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. നെഹ്റു ട്രോഫിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 21 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 71 വള്ളങ്ങളാണ് ഇത്തവണ ജലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരം റോഡ് വഴി KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ നിയന്ത്രണ വിധേയമായി കടത്തിവിടും. എന്നാൽ മൾട്ടി ആക്സിൽ വാഹനങ്ങൾക്കുള്ള നിരോധനം തുടരും. കോഴിക്കോട് ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. വയനാട് ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ നിർവഹിക്കും. 8.73 കിലോമീറ്റർ ദൂരം വരുന്ന പാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് പാതയുടെ നിർവഹണ ഏജൻസി. 2134 കോടി രൂപയാണ് കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന തുരങ്കപാതയുടെ നിർമ്മാണ ചെലവ്. ഓണക്കാലത്തെ അധിക തിരക്ക് കണക്കിലെടുത്ത് മംഗളൂരു സെൻട്രലിൽ നിന്ന് ബംഗളൂരുവിലേക്കും തിരിച്ചും ദക്ഷിണ റെയിൽവേ പ്രത്യേക ട്രെയിൻ സർവീസ് പ്രഖ്യാപിച്ചു. ബുക്കിംഗ് നാളെ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. മറ്റന്നാൾ പുറപ്പെടുന്ന ട്രെയിനിന് കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിലെ സ്റ്റേഷനുകളിൽ സ്റ്റോപ്പുണ്ടാകും. മംഗളൂരു സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ എക്സ്പ്രസിന് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ പുതിയ സ്റ്റോപ്പ് അനുവദിച്ചതിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന് നന്ദി അറിയിച്ച് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. തീരുമാനം ദൈനംദിന യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും മുതിർന്ന പൗരന്മാർക്കും ഏറെ പ്രയോജനപ്പെടുമെന്ന് ശ്രീ ജോർജ് കുര്യൻ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ലാബ് പരിശോധനയ്ക്ക് സാമ്പിളുകൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്ന പദ്ധതിക്ക് കോട്ടയം ജില്ലയിൽ തുടക്കം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:30 പോസ്റ്റ് ഓഫീസിൽ നിന്ന് ജീവനക്കാർ വന്ന് സാമ്പിൾ ശേഖരിക്കും. UHID ഉള്ളവർക്ക് മൊബൈലിൽ ഫലം ലഭിക്കും. കോഴിക്കോട് നടക്കാവ് പരിധിയിൽ നിന്നും യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിൽ 9 പേർ പിടിയിൽ. വയനാട് പടിഞ്ഞാറത്തറ സ്വദേശിയായ റഹീസിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. വിജ്ഞാന കേരളം പദ്ധതി വഴി 1 ലക്ഷം പേർക്ക് തൊഴിൽ നൽകുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി V ശിവൻകുട്ടി. നെടുമങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കുടുംബശ്രീയുമായി സംയോജിച്ച് സംഘടിപ്പിച്ച വിജ്ഞാന കേരളം തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബീഹാറിൽ നടക്കുന്ന 12ാമത് ഏഷ്യ കപ്പ് പുരുഷ ഹോക്കി ചാമ്പ്യൻഷിപ്പിൽ ചൈനയ്ക്കെതിരായ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. 3-നെതിരെ 4 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. വിജയത്തിൽ ക്യാപ്റ്റൻ ഹർമൻപ്രീതിന്റെ ഹാട്രിക് നിർണായകമായി. ഗുജറാത്ത്, കിഴക്കൻ രാജസ്ഥാൻ, തീരദേശ കർണാടക, മാഹി, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.